വയനാട് തുരങ്കപാതയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 3 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തുരങ്കപാതയുടെ നിർമ്മാണം ആരംഭിക്കുന്നതോടെ നാളുകൾ നീണ്ട യാത്രാ ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ പദ്ധതിയെ ഉറ്റുനോക്കുന്നത്. സ്വപ്ന പദ്ധതിയാണ്. അല്പസമയത്തിനകം തന്നെ നിർമ്മാണോദ്ഘാടനം നടക്കും. വൈകിട്ട് 3 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. വയനാട് തുരങ്കപാത പ്രവൃത്തി ഉദ്ഘാടനമാണ് വൈകിട്ട് നടക്കുന്നത്. ഷബീർ ഉമർ വിവരങ്ങൾ നൽകും. ഷബീർ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? തീർച്ചയായും ഈ മേഖലയിലെ തിരുവമ്പാടി മേഖലയിൽ അല്ലെങ്കിൽ ആനക്കാമ്പൊയിൽ മേഖലയിലെ ജനങ്ങളുടെ കാത്തിരിപ്പിന് കൂടിയാണ് അറുതിയാകുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാമ്പൊയിൽ കള്ളാടി പാടി തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കും. വർഷങ്ങളായിട്ടുള്ള ആലോചനയും ആവശ്യവുമായിരുന്നു ഈ തുരങ്കപാത. അതാണിപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം പ്രവർത്തനം തുടങ്ങിയാൽ ഏതാണ്ട് 4 വർഷത്തിനുള്ളിൽ പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 8 കിലോമീറ്ററിലധികം ദൂരമാണ് ആകെ. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 8.73 കിലോമീറ്റർ ദൂരമാണ് ദൈർഘ്യമാണ് ഈ റോഡിന് തുരങ്കപാതയ്ക്കുള്ളത്. ഇതിൽ തന്നെ 8.11 കിലോമീറ്ററും ഇരട്ട തുരങ്കങ്ങളാണ്. അതായത് 2 തുരങ്കങ്ങൾ, 2 വരി പാതകളുള്ള മൊത്തം 4 വരിയുള്ള തുരങ്കപാതയാണ്. 8.11 കിലോമീറ്ററും ഇരുവഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ 2 പ്രധാന പാലങ്ങളും മറ്റ് 3 ചെറുപാലങ്ങളും ഈ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉൾപ്പെടും. 6 വളവുകളുള്ള റൂട്ടിൽ ഓരോ 300 മീറ്ററിലും ഇരട്ട തുരങ്കങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ക്രോസ് പാസേജ്, അതായത് ഒരു പാത, മറ്റൊരു പാത കൂടി നിർമ്മിക്കും. അങ്ങനെയാണ് നിർമ്മാണ പ്രവർത്തനം ഉദ്ദേശിക്കുന്നത്. പദ്ധതിക്കായി 33 ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കുക. 5771 മീറ്റർ വനമേഖലയിലൂടെയും 2961 മീറ്റർ സ്വകാര്യ ഭൂമിയിലൂടെയുമാണ് തുരങ്കപാത കടന്നു പോകുന്നത്. ഈ പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി, ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി വയനാട്ടിലേക്കുള്ള ഗതാഗതം സുഗമമാവുമെന്നതോടൊപ്പം വലിയ വികസന കുതിപ്പ് കൂടി ഈ മേഖലയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലടക്കം വലിയ കുതിപ്പ് ഉണർവ് ഉണ്ടാക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യും. ആനക്കാമ്പൊയിൽ സെന്റ് മേരീസ് സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇതിനായിട്ടുള്ള വേദി ഒരുക്കിയിട്ടുള്ളത്. മുഖ്യമന്ത്രി കൂടാതെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ യോഗത്തിൽ അധ്യക്ഷനാവും. മന്ത്രി കെ.എൻ. ബാലഗോപാൽ, വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ, ഒപ്പം തന്നെ മന്ത്രി ഒ.ആർ. കേളു, പ്രിയങ്ക ഗാന്ധി MP, ടി സിദ്ദിഖ് MLA, ജില്ലാ കലക്ടർ അടക്കമുള്ളവർ ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കും. അനീഷ. ശരി, ഷബീറാണ് വിവരങ്ങൾ നൽകിയത്.